ഇപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ചാറ് ബാക്കിയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ പാത്രം തുറന്നിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് വറ്റട്ടെ. ഇതിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, അത് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ അതൊന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ സോയാ സോസും പിന്നെന്താ ജിഞ്ചർ ഗാർലിക് കുരുമുളക് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലല്ലോ, ഓർമ്മിക്കാനും എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. നല്ല ഫുൾ ഫ്ലെയിമിൽ നല്ല തീയിൽ തന്നെ ഇട്ടേക്കാം. ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടി ചേർത്തിട്ട് അടുത്ത ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് പാകത്തിന് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചാറ് ബാക്കിയുണ്ടായിരുന്നു. ആ ചാറും കൂടി ഇപ്പോൾ തുറന്നിട്ട് വേവിച്ചപ്പോൾ വറ്റി കിട്ടി. ഇനി നമ്മൾ മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, എണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കും. എണ്ണയുടെ അളവൊക്കെ ഇഷ്ടത്തിന് ചേർത്താൽ മതി, എന്നാലും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 സവാള ചെറിയ എന്താ പറയുക സ്ലൈസസ്, ചെറിയ സ്ലൈസസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ സ്ലൈസസ് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള പീസസാണ്. അതിങ്ങനെ കുറച്ച് നീളം ഉണ്ടാവും. ഇപ്പോൾ ഒരു സവാള എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ സ്ലൈസസ് പോലെ മുറിച്ചാൽ കുറച്ചുകൂടെ ചെറിയ സ്ലൈസസ് ആയിട്ട് ഇങ്ങനത്തെ പീസസ് ആയിട്ട്, അപ്പോൾ നീളം കുറഞ്ഞ ഖനം കുറഞ്ഞ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 വലിയ സവാള. അതിൻ്റെ കൂടെ 2 3 പച്ചമുളക്, അത് ഇഷ്ടത്തിനനുസരിച്ച്. കാര്യം നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു എരിവ് ഉണ്ടാകും. ഇനി ഇത് കുറച്ചുകൂടെ എരിവ് വരും, അതുകൊണ്ട് 2 പച്ചമുളകൊക്കെ മതിയാവും. 2 പച്ചമുളക് അത് ഇങ്ങനെ സ്ലൈസസ് ആയിട്ടോ അല്ലെങ്കിൽ നീളത്തിന് മുറിച്ചോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇനി ഇതിൻ്റെ കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റണം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് നിറം മാറി തുടങ്ങുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ, ഇത് ഏകദേശം എല്ലാ കാര്യങ്ങളും തീർന്നു. ഇനി ഇവിടെ കുറച്ച് മുളക് പൊടിയുണ്ട്, കുറച്ച് ഉപ്പ് എക്സ്ട്രാ ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ. ബീഫ് ഇവിടെ വറ്റി റെഡി ആയിരിക്കുവാണ്. അപ്പോൾ മനസ്സിലായില്ല ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് നിറം മാറിക്കോട്ടെ, അത്ര നേരം മാത്രം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങി, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്നു. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, 1 കിലോ ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കൂ, വളരെ കുറവ്. അതങ്ങനെയാണ്, കാണുമ്പോൾ നമുക്ക് തോന്നുന്നു 1 കിലോ ഇറച്ചി കുറേ ഉണ്ടല്ലോ എന്ന്. വെന്ത് കഴിഞ്ഞപ്പോൾ എത്രയുണ്ട്, ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? ഇത് ശരിക്കും ഒരു നല്ലോണം കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാം അല്ലേ. ആ ഒരു ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത് ഒരു 4 to 6 ആ കഴിക്കുന്നതിൻ്റെ അളവ് പോലെ ഇരിക്കും. കാര്യം ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചേരുന്നില്ല. ഇത് ശരിക്കും ബീഫ് തന്നെയാണ് അവസാനം വരെ ഉണ്ടാവുന്നത്. ഉള്ളിയൊക്കെ കുറവല്ലേ, 3 സവാളയല്ലേ ചേർത്തിട്ടുള്ളൂ. അതും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞു വരും. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ സവാളയുടെ അളവൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ 3 എന്നുള്ളത് 6 ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഫ്രൈ ആയി വരുമ്പോൾ അത് ചുരുങ്ങും. ഇനി ഇതെല്ലാം കൂടി കിടന്നുകൊണ്ട് മൂക്കണം. ഒരു കാര്യം കൂടി ചേർക്കണം, മുളക് പൊടിയാണ്. മുളക് പൊടി പിരിയൻ മുളകിൻ്റെ പൊടി 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, എരിവിനനുസരിച്ചിട്ട്. എത്ര എരിവ് വേണം അതനുസരിച്ച്. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ചൈനീസ് സ്റ്റൈലൊക്കെ അങ്ങ് മാറാൻ പോവാണ്. ചൈനീസ് ആണ് പകുതി ഇന്ത്യൻ ടേസ്റ്റ്, അല്ലെങ്കിൽ ഒരു കേരള സ്റ്റൈൽ. കാര്യം മുളക് പൊടി, ചുമന്ന മുളക് പൊടി ചൈനീസ് കുക്കിങ്ങിലൊന്നും ഉള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ അങ്ങോട്ട് ഞാൻ മാറ്റിയത്, ചില്ലി ബീഫ് ഫ്രൈ. ഇനി ഇത് ഫ്രൈ ആകാൻ പോവാണ്. ഇനി ശരിക്കും നമ്മുടെ ഒരു നാടൻ ബീഫ് ഫ്രൈ പോലെ ഇതിനെ നല്ലതായിട്ട് വറട്ടിയെടുക്കണം, നന്നായിട്ട് കിടന്ന് മൊരിഞ്ഞ്. ഇനി സവാള കുറച്ചുകൂടി മൂക്കും, പിന്നെ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ചുകൂടി മൂക്കുക. നല്ലൊരു മണം വരുമ്പോൾ നമ്മളിത് അടുപ്പിൽ നിന്നും മാറ്റും. അപ്പോൾ കുറച്ച് ക്ഷമ വേണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം.